ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചിക്കൻ കോണിൻ്റെ റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നോമ്പുത്തുറ വിഭവങ്ങളൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വിഭവമായിട്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിന് മുൻപായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റ് റെസിപ്പീസൊക്കെ ഒന്ന് പോയി നോക്കി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുക നോക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ്. ഉള്ളി 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വരുന്ന സമയത്ത് ഒന്നൊന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഇനി ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള 3 വെളുത്തുള്ളിയുടെ അല്ലിയാണ്. വലിയ തരം വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു റോസ്മെല്ല് പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് ഇനി ചേർക്കുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഞാനിവിടെ 300-350 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് മിൻസ്ഡ് ചിക്കനായിട്ട് അരച്ച ചിക്കൻ ഉണ്ടല്ലോ, മിക്സിയിലിട്ട് ജസ്റ്റ് അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ചിക്കനാണ്. ഇനി ഇതിലോട്ട് ഇപ്പോൾ ചേർക്കുന്നത് ഉപ്പാണ്. അതും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്ന് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലോട്ട് സ്പൈസസ് ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പിങ്ക് കളറൊക്കെ പോയിട്ട് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഇനി ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. അത് ഞാനൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ട്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. ഓൾറെഡി 2 പച്ചമുളക് അരച്ചതും ഇതൊക്കെ ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള എരിവ് ഇട്ടത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ കുക്കായിട്ടില്ല, ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. സ്പൈസസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെച്ച് കുക്ക് ചെയ്യും കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കാവും. 1-2 മിനിറ്റ് എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കൻ കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. അതൊരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കുക, കോൺ ഉണ്ടെങ്കിൽ കോൺ ചേർക്കുക. അതുപോലെ തന്നെ പാലക്കുണ്ടല്ലോ, പാലക്കുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചേർക്കട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചിക്കൻ മാത്രം ആകാണ്ട് നമ്മൾ ഫില്ലിങ്സ് പല രീതിയിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിയുടെ അളവ് എൻ്റെ ഇതിൽ ചിക്കൻ്റെ അളവാണ് കൂടുതലുള്ളത്. ഉള്ളി 2 ഉള്ളി എടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ 3 ഉള്ളി എടുക്കുക. 250 ഗ്രാം ചിക്കനൊക്കെ എടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ അതിലോട്ട് ഇനി എടുത്തിട്ടുള്ളത് മല്ലിയിലാണ്. അത് ജസ്റ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ബട്ടറാണ് എടുക്കുന്നത്. ബട്ടർ 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വന്ന സമയത്ത് അതിലോട്ട് ഇനി ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. അതൊരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്രീമി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ്. ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബട്ടറും പാലും അതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ ചേർത്തത് നല്ലൊരു ക്രീമി ടെക്സ്ചറും അതുപോലെ തന്നെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ഫില്ലിങ്സ് ഇത് ചേർക്കാത്ത ആ ചിക്കനും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് അത്ര മതി. അപ്പോൾ ഇതും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ്. കെച്ചപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ആ കെച്ചപ്പിൻ്റെ ഒരു പുളിയും അതുപോലെ തന്നെ മധുരവും ക്രീമിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല നമ്മുടെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല അത്യാവശ്യം കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാല് ചേർക്കുക കേട്ടോ. 1/2 കപ്പ് പാല് മതിയാവും. അപ്പോൾ ഇതാ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഫില്ലിങ് ആയിട്ടത്. അപ്പോൾ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കോൺ റാപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് ഓൾറെഡി സീസണിങ് ചെയ്ത് വന്നിട്ടുള്ള ബ്രെഡ് ക്രംസ് ആട്ടോ. പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. വീട്ടിലെ നോർമൽ ലെവലുള്ള ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് അത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡ് ക്രംസ് ആണ്. ഇതിലാണ് നമ്മൾ പൊതിയുന്നത്. ബ്രെഡോ അല്ലെങ്കിൽ ക്രീപ്പോ ഒന്നുമല്ല, ടോർട്ടിയാണ്.
ഇത് ഇവിടെ റെഡിമെയ്ഡ് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. പിന്നെ മൈദപ്പൊടിയും ചുടുവെള്ളവും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും ഉപ്പും ചേർത്തിട്ട് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കോണാക്കിയിട്ട് നടുവിലൂടെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കോണാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗ്ലൂ കൊണ്ട് മറ്റേ മൈദപ്പൊടിയുടെ ആ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ, അതിലോട്ട് മാക്സിമം കഴിയാവുന്നത്ര ഫില്ലിങ്സ് അടിയിലോട്ട് എത്താവുന്ന രീതിയിൽ നിറച്ച് കൊടുക്കുക കേട്ടോ. കോണായതുകൊണ്ട് അതിൻ്റെ ആ ഒരു അടിയിലോട്ടൊക്കെ എത്താൻ ഇത്തിരി പ്രയാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. മാക്സിമം കഴിയുന്നിടത്തോളം താഴോട്ട് ഇറക്കി കൊടുക്കുക. നമ്മൾ മിൻസ്ഡ് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്ട്രി ബാഗ് ഉണ്ടല്ലോ, പാസ്ട്രി ബാഗിൽ വെച്ചിട്ട് നന്നായിട്ടൊരു എൻഡിൽ അത്യാവശ്യം നന്നായിട്ട് വലിയൊരു കട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചാൽ അടിയിൽ ഭാഗമൊക്കെ നന്നായിട്ട് കവർ ചെയ്യും കേട്ടോ. അതിൻ്റെ എൻഡ് വരെ പോകണമെന്നുണ്ടെങ്കിൽ അതാവും കുറച്ചും കൂടി ബെറ്റർ. ഇത് പോയിട്ടുണ്ട്, മാക്സിമം നിറക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ടാകുമ്പോൾ വളരെ എൻഡിൽ വരെ പോകില്ല. മിൻസ്ഡ് ചിക്കൻ ആകുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ മിൻസ്ഡ് ചിക്കൻ വല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മൈദപ്പൊടിയിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മുട്ടയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും കൊട്ടാവുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തും കൊട്ടാവുന്ന രീതിയിൽ അതും വീണ്ടും നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. അതിനുപയോഗിക്കുന്ന ഈ ഒരു റൊട്ടി നമ്മൾ പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. അതല്ല വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനാകുമ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാനുള്ള ഒരു സമയം കൂടെ എടുക്കും കേട്ടോ. ജസ്റ്റ് ഞാനിവിടെ ഒരു 6 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുക്കേണ്ടി വരും. അത് എന്താ പറയുക, ഉപ്പും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും ഇട്ടിട്ട് ഇളം ചുടുവെള്ളത്തിൽ ഒന്ന് കുഴച്ച് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നോർമലി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുത്ത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ 12 എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഈ പ്ലേറ്റിൽ 8 എണ്ണ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കുത്തി നിർത്തിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ മൊത്തത്തിൽ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ അത് എല്ലാ ഭാഗവും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഓവറായിട്ട് ബ്രെഡ് ക്രംസ് കരിഞ്ഞ് പോകാതെ നോക്കട്ടോ. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ്. ജസ്റ്റ് ബ്രെഡ് ക്രംസ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും കുക്കാവാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് എല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊത്തം 12 എണ്ണമാണ് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 റൊട്ടി കേട്ടോ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രെഡിലൊക്കെ വെച്ച് ചെയ്യാം, ക്രീമിൽ വെച്ച് ചെയ്യാം. ഞാൻ ബ്രെഡിൽ വെച്ച് ചെയ്തിട്ടുള്ളത് മുൻപ് കാണിച്ചിട്ടുണ്ട്. റെസിപ്പി കാണണം എന്നുള്ളവർക്ക് ചാനലിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെയും കൂടെ ഫ്രൈ ചെയ്യട്ടോ. ഈ ഒരു ഭാഗം കൂടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ 12 എണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ കോണിൻ്റെ റെസിപ്പിയാണ്. ഉള്ളിലുള്ള അതിൻ്റെ ഫില്ലിങ്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നോമ്പുതുറ വിഭവങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇട്ടത്. ബ്രെഡും ക്രീപ്പൊക്കെ വെച്ച് ചെയ്ത് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടോട്ടി വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.